2024 നമുക്ക് നഷ്ടങ്ങളുടെ വർഷമാണ്. കേരളത്തിന്റെ അക്ഷര മുറ്റത്ത് പ്രാഗൽഭ്യം തെളിയിച്ച മഹാനായിട്ടുള്ള എഴുത്തുകാരൻ MT വാസുദേവൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല. അതുപോലെ തന്നെ പ്രമുഖ തബലിസ്റ്റ് സക്കീർ ഹുസൈൻ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തുടങ്ങിയ ധാരാളം പ്രതിഭകൾ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. എങ്കിലും മഹാനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള MT വാസുദേവൻ നായരെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയ്ക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുന്നതല്ല. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാലയുമായി MT വാസുദേവൻ നായർക്ക് അഭേദ്യമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധമുണ്ട്. 2018 പ്രളയത്തിന് ശേഷം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നമ്മൾ രണ്ടാമത് സുവനീർ തയ്യാറാക്കുന്നതിന് വേണ്ടി MTയുടെ ഒരു രചന, ഒരു കഥയോ ലേഖനമോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് ഞാനും നമ്മുടെ സുവനീറിന്റെ എഡിറ്ററായിട്ടിരുന്ന സുനിൽകുമാർ KKയും കോഴിക്കോട്ടേക്ക് വണ്ടി കയറിയത്. കോഴിക്കോട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രായാധിക്യം കൊണ്ടും ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ടും വളരെയധികം ക്ലേശപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ സിത്താരയിൽ അദ്ദേഹത്തെ ചെന്ന് കാണുന്നത്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ലേഖനം എഴുതി തരുന്നതിനോ കഥ എഴുതി തരുന്നതിനോ അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ തടസ്സമായി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം നമുക്ക് നേരിട്ട് ഒരു ആശംസ എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ ഒരു കത്ത് എഴുതി തന്നിരുന്നു. അത് 2019 ജൂൺ മാസം 4-ാം തീയതിയായിരുന്നു. വളരെ നേരം അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരിക്കുന്നതിനും ഞങ്ങൾക്ക് അന്ന് അവിടെ തടസ്സങ്ങളായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി 89 വയസ്സ് 88 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു സമയത്താണ് നമ്മൾ ചെല്ലുന്നത്. പിന്നീട് 2023 ഏപ്രിൽ മാസത്തിലും ഞങ്ങൾ ഒരിക്കൽ കൂടി MTയെ നേരിട്ട് കാണുന്നതിന് വേണ്ടി പോയിരുന്നു. അന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കല്ല പോകാൻ പറ്റിയത്. ദൗർഭാഗ്യവശാൽ അദ്ദേഹം ചികിത്സയിലായിരുന്ന കോട്ടക്കൽ ആര്യവൈദ്യശാലയിലായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടത്. ആ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോ അന്ന് മുൻ പ്രസിഡന്റ് രാഷ്ട്രപതി ആയിട്ടുള്ള പ്രതിഭ പാട്ടീൽ പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ടി കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ഇദ്ദേഹം റൂമിൽ അഡ്മിറ്റ് ആയിട്ടുള്ള റൂമിന് തൊട്ടടുത്ത റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് നിന്നിരുന്നത്. രാവിലെ 10:30-11 മണിക്ക് എത്തിയ ഞങ്ങൾക്ക് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പേര് പറഞ്ഞപ്പോൾ MT വാസുദേവൻ നായർ സാർ ഞങ്ങളെ കാണാൻ അനുവദിക്കുകയും പക്ഷെ ആ കനത്ത ബന്ദോബസ്തിനെ ഭേദിച്ച് ഏതാണ്ട് 3:30 മണി സമയത്താണ് ഞങ്ങൾക്ക് MTയെ കാണാൻ കഴിഞ്ഞത്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിനെ ഒപ്പം സംസാരിക്കുന്നതിനും അദ്ദേഹത്തിനോടൊപ്പം നിന്ന് കുറച്ച് വാക്കുകൾ കേൾക്കുന്നതിനും വായനശാലയും അതുപോലെ തന്നെ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള അനുസ്മരണങ്ങളെല്ലാം അദ്ദേഹം നമ്മളോട് സംസാരിക്കേണ്ടായിരുന്നു. കാലം മറന്ന ശിവള്ളി എന്ന ആ ഡോക്യുമെന്ററിയിൽ അദ്ദേഹത്തിന് അധികം സംസാരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം നമ്മളോട് എല്ലാവിധ ആശീർവാദവും നൽകിയിരുന്നു. എന്റെ ജീവിതത്തിൽ MTയുമായി 2 തവണയാണ് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങളിൽ എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുമായും ഈ നാടുമായും വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന അദ്ദേഹത്തിന് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കാരണം നമ്മുടെ ഉദ്ഘാടകൻ അദ്ദേഹത്തിന് മറ്റ് 2 പരിപാടികൾ കൂടി ഇത് കഴിഞ്ഞ് ഉണ്ട് എന്നുള്ളതിനാൽ വളരെ നേരത്തെ പോകണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വളരെ പെട്ടെന്ന് ആലോചിച്ച് ചെയ്ത ഒരു പരിപാടിയാണ് ഇന്നത്തെ പരിപാടി എന്നുള്ളത് കൊണ്ട് കൂടുതൽ ആസൂത്രണങ്ങളൊന്നും നമുക്ക് നടത്തുവാനായും സാധിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ ഉദ്ദേശിച്ച അത്രയും
പ്രേക്ഷകർ അല്ലെങ്കിൽ സദസ്യർ നമ്മുടെ മുമ്പിലില്ല. എന്നിരുന്നാൽ തന്നെയും ഈ ചടങ്ങ് MPയെ ആദരിക്കുന്നതിനും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനും വേണ്ടി നീക്കിവെച്ച നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഇന്നത്തെ ഈ MT അനുസ്മരണ യോഗത്തിൽ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ VK പുഷ്പാങ്കരൻ അവർകളാണ്. അദ്ദേഹത്തിനെ ഞാൻ എന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ജോയിന്റ് സെക്രട്ടറിയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ടുള്ള ശ്രീ TV ഷൈബിൻ. പലവിധ തിരക്കുകളുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ പല പരിപാടികളിൽ കണ്ട് അതിനുശേഷമാണ് പിരിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഒരു പരിപാടി കൂടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇനിയും 2-3 പരിപാടികൾ കൂടി വായനശാലകളുടെ പരിപാടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏൽക്കുകയും സമയത്തിന് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ TV ഷൈബിൻ അവർകളെ ഞാൻ നിങ്ങളെവരുടെയും പേരിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് MTയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്, പുസ്തകങ്ങളെ കുറിച്ച് ചെറിയ ഒരു അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി നമ്മളിൽ തന്നെയുള്ള നമ്മുടെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ജോബി മാഷ് ആണ് തയ്യാറായത്. അദ്ദേഹത്തിനെ വായനശാലയുടെ പേരിൽ നിങ്ങൾ ഏവരുടെയും പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വനിതാവേദി അംഗങ്ങൾ, ബാലവേദിയുടെ അംഗങ്ങൾ, മറ്റ് സുഹൃത്തുക്കൾ എല്ലാവർക്കും വായനശാലയുടെ പേരിൽ പ്രത്യേകം സ്വാഗതം നേർന്നുകൊണ്ട് നമ്മുടെ ലൈബ്രറിയുടെ പ്രസിഡന്റ് ഇവിടെ വിഷയം അവതരിപ്പിക്കപ്പെടുന്ന നമ്മുടെ ലൈബ്രറി കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ സ്നേഹം നിറഞ്ഞ ലൈബ്രറിയുടെ സെക്രട്ടറി പ്രതിവേദ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഗുണശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞു നമ്മൾ ഈ പരിപാടികൾ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മുൻകൂട്ടി ഒരു പരിപാടി ഏറ്റിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ പിന്നീട് ആ പരിപാടിയുടെ സവിശേഷത നമ്മുടെ MTയുടെ അനുസ്മരണമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അല്പമൊന്ന് വന്നു പോകാമെന്ന കരുതി തന്നെയാണ് ഞാൻ ഓടിയുടെ വന്നത്. കാരണം അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ അനുസ്മരിക്കുമ്പോൾ അതിന്റെ ഭാഗമാക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര ചാരിതാർത്ഥത്തോടു കൂടി തന്നെയാണ് നമ്മൾക്ക് ആ ചടങ്ങിനെ എത്തിച്ചേരാൻ സാധിക്കുന്നത്. MT ആരായിരുന്നു എന്നല്ല, നമുക്ക് MT എന്ന 2 വാക്ക് എങ്ങനെയാണ് ഈ മലയാളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നത്, അല്ലെങ്കിൽ ഇന്നും അത് ഈ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിൽ ഇന്നിപ്പോ പല കൃതികളും അങ്ങനെയാണല്ലോ, വളരെ പെട്ടെന്ന് സമൂഹത്തിന്റെ മണ്ണിലേക്ക് ഉയർന്നു വരുന്ന കൃതികളും സൃഷ്ടികളും സൃഷ്ടാക്കളും ഒക്കെയുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പടിപടിയായി തന്റെ ഓരോ കൃതികളെയും തന്റെ സർഗ സൃഷ്ടികൾക്ക് അത് അവസാന കാലഘട്ടം വരെ അദ്ദേഹം എഴുതി ചേർത്ത് കൊണ്ടുപോകുന്നത് വളരെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട്. അത് പലപ്പോഴും നമ്മൾക്ക് പലർക്കും വേദന ഉണ്ടായിട്ടുണ്ട്. MT തന്നെ പറയുന്നുണ്ട്, എന്റെ വാക്കുകൾ കൊണ്ട് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ല, അത് ആ എഴുത്തിന്റെ ഒരു മാസ്മരിക പ്രവാഹത്തിന്റെ ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രക്രിയ കൊണ്ട് മാത്രമാണ്, അതല്ലാതെ ഞാൻ മനഃപൂർവ്വമാരും ചോദിച്ചിട്ടില്ല എന്ന് MT പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കിപ്പോ നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ എന്തായാലും അതിന്റെ MTയുടെ അനുസ്മരണങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് നടക്കാവ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് മാവൂർ റോഡിലുള്ള സ്മൃതിപഥ ശ്മശാനത്തിലേക്ക് പുഷ്പാലങ്കൃതമായിട്ടുള്ള MTയുടെ ആ മൃതദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് ഹൃദയകൊണ്ട് തന്നെയാണ് ഈ സാഹിത്യ ലോകവും സാംസ്കാരിക ലോകവും ഒക്കെ തന്നെ നിന്നിട്ടുള്ളത്. ഒരു എഴുത്തുകാരെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല. അദ്ദേഹം മരിക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം സൃഷ്ടിച്ച കൃതികൾ അത് കടവുകളിലോട്ട് വായനയുടെ തീരങ്ങൾ തേടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അലയുക മാത്രമല്ല, കാലാനുസൃതമായ കാലാനുവർത്തികളായിട്ടുള്ള പല കൃതികളും MTക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. ഇന്നൊരു എഴുത്തുകാരൻ എങ്ങനെയാണ് കൃതികളിൽ കാണുന്നതും ഒരു കാലഘട്ടത്തിൽ MT എങ്ങനെയാണ് കണ്ടിരുന്നതെന്നുള്ള വ്യത്യാസമൊക്കെ തന്നെ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഒരു നിർമ്മാല്യം ഇന്നായിരുന്നെങ്കിൽ പക്ഷെ എഴുതാൻ ഒരു എഴുത്തുകാരൻ വിറക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നിർമ്മാല്യം എന്ന കൃതി എഴുതുകയും അത് സിനിമയാക്കിക്കൊണ്ട് നമ്മുടെ
ഈ സമൂഹത്തിന് നേരെയുള്ള ഒരു ചൂണ്ടുവിരലാക്കിക്കൊണ്ട് പലതും തുറന്നു ചോദിക്കുന്ന രീതിയിലേക്ക് ആ ചോദ്യശരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കാഴ്ചകളുണ്ട്. നമുക്കും ഒരു നഷ്ടം തന്നെയായിരുന്നു. ഇപ്പോ ഞങ്ങളിപ്പോ പ്രതിവട്ടം പറഞ്ഞു, ഞാനിപ്പോ രാവിലെ ഞങ്ങളൊരു നമ്മുടെ വിവിധ വായനാ മത്സരങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ഞാൻ മറ്റൊരു യോഗത്തിലേക്കാണ് ഓടിപ്പോയത്. ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ MLA കളമശ്ശേരിയുടെ MLA രാജീവ് നടപ്പാക്കുന്ന ഗ്രന്ഥശാല കോപ്പം പദ്ധതിയുടെ റിവ്യൂ മീറ്റിംഗ് അവിടെ MLA ഹൗസിലുണ്ടായിരുന്നു. നമ്മൾ വളരെ സ്വപ്ന പദ്ധതിയാണ് നമ്മളെ സംബന്ധിച്ചത്. കാരണം കളമശ്ശേരിയുടെ ഗ്രന്ഥശാലയുടെ മുഖമാകെ മാറുന്ന ഒരു പ്രവർത്തനവുമായിട്ട് നമ്മുടെ മന്ത്രി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 10 ലൈബ്രറികളാണ് മുഖം മിനുക്കാൻ പോകുന്നത്. അത് തുടർച്ചയിൽ നമ്മുടെ ബാക്കിയുള്ള 15 ലൈബ്രറികളും അതിന്റെ ഭാഗമായിട്ട് വരും. ഞാൻ പറഞ്ഞു വന്നത് 2 വർഷം മുമ്പാണ് ഇതിന്റെ ആദ്യത്തെ ഒരു പ്രൊജക്ട് അംഗീകരിച്ച് BBCയിൽ നമ്മളോടുള്ള CSR ഫണ്ടിങ്ങിന്റെ ഒരു അനുവാദം തരികയും 2022 നമ്മളത് ആ പ്രൊജക്ട് നമ്മൾ താഴേക്ക് ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ആലോചിക്കുകയും ചെയ്തപ്പോൾ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ഒരാളെ തന്നെ കൊണ്ടുവരണം എന്നുള്ളതിന് ബഹുമാനോട് മന്ത്രി പറയുകയും നമ്മളന്ന് ആലോചിച്ചത് MDയെ കൊണ്ടുവരണം എന്ന് തന്നെയായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം പ്രതിവട്ടം സൂചിപ്പിച്ച പോലെ പ്രായാധിക്യം കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ പറഞ്ഞത് അത് ഔദ്യോഗിക തലത്തിൽ നിന്ന് ബന്ധപ്പെടുകയും എന്ത് വില കൊടുത്തും MDയെ പോലെ ഒരാളെ ഈ കളമശ്ശേരിയുടെ മണ്ണിലേക്ക് കൊണ്ടുവരണം, ഗ്രന്ഥശാല കോപ്പ് പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരണം എന്ന് നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ നമുക്കന്ന് ആ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ പറ്റിയില്ല. ഈ 2 വർഷങ്ങൾക്ക് ശേഷം 2024 ഇപ്പോ ആ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും നമ്മൾ ആലോചിച്ചതായിരുന്നു, അദ്ദേഹത്തിന് അസുഖമൊക്കെ ഭേദമാവുകയാണെങ്കിൽ സാറ് കഴിഞ്ഞ ദിവസം എഴുതിയ പോലെ 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ആശുപത്രി ഒരാളെങ്കിൽ അദ്ദേഹം കാത്തിരുന്നിട്ടുണ്ട് MDക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം അവിടെ നിന്ന് വളരെ ഊർജ്ജസ്വലനായി പുറത്തോട്ട് വന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു MD 91ാമത് വയസ്സിലും നമ്മൾക്ക് മുമ്പിലേക്ക് ഊർജ്ജസ്വലമായി വരുമെന്ന് പ്രതീക്ഷയിലായിരുന്നു നമ്മൾ തീരുന്നത്. പക്ഷെ മരണം എന്നുള്ളത് അനിവാര്യതയാണ്. ആ അനിവാര്യത തേടിക്കൊണ്ട് തന്റെ സൃഷ്ടികളൊക്കെ തന്നെ ഈ സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചുകൊണ്ട് അനശ്വരനായിക്കൊണ്ട് ഒരു മഹാ പ്രവാഹത്തിലേക്ക് അദ്ദേഹം പോയി മറയുകയാണ്. തിരശ്ശീലത്തിന് പിന്നിലേക്ക് മറഞ്ഞെങ്കിലും ഈ MDയുടെ വാക്കുകളും അദ്ദേഹത്തിന്റെ കൃതികളും ഒക്കെ തന്നെ, അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത സിനിമകളും അദ്ദേഹം പാകപ്പെടുത്തിയ ഗാനങ്ങളും ഒക്കെ തന്നെ ഈ മലയാള സാഹിത്യത്തിനും സാംസ്കാരിക ലോകത്തുമൊക്കെ ഏറ്റവും മൂർധന്യാവസ്ഥ നിൽക്കുമെന്ന് ഈ സ്മരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകിട്ട് 5 മണിക്ക് തന്നെയാണ് കിഴക്കേപ്പുറം ലൈബ്രറിയിൽ എത്തിച്ചേരേണ്ടിയിരുന്നത്. അവിടെ നിന്ന് പൊതു വിലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എവിടെ ഇരിക്കണമെന്നും ഈ MD അനുസ്മരണത്തിലൊക്കെ തന്നെ പങ്കുചേരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്, അവിടെ എത്തിച്ചേരാനുള്ളതുകൊണ്ട് ചുരുക്കം വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജോയിന്റ് സെക്രട്ടറി ശ്രീ ജോബി മാസ്റ്റർ, വായനശാലാംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നേരത്തെ കൊള്ളണം എന്നുള്ളതുകൊണ്ടാണ് ഉദ്ഘാടനം ആദ്യം കഴിപ്പിച്ചത്. MDയെ കുറിച്ച് പറയാതെ അല്ലെങ്കിൽ ഓർക്കാതെ ഒരു വായനശാലകൾക്കും കടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയല്ല എന്നുള്ളത്. MD മലയാള സാഹിത്യത്തിൽ കൈവയ്ക്കാത്ത മേഖലകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. ഒരിക്കൽ അദ്ദേഹം അക്കിത്തത്തിനോട് പറഞ്ഞു അത്രയും, എനിക്ക് അങ്ങയോട് വലിയ അസൂയയാണ്. അപ്പൊ അക്കിത്തൻ ചോദിച്ചു, എന്താ വാസു എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത്, കവിത എഴുതുവാൻ കഴിയുന്നില്ലല്ലോ അങ്ങയെ പോലെ എന്നാണ്. അക്കിത്തൻ അതിന് കൊടുത്ത മറുപടി, അതിന് വാസു എഴുതുന്നത് മുഴുവൻ കവിതയാണല്ലോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാഷ അത്ര ശ്രേഷ്ഠമാണ്, കവിതയ്ക്ക് സമാനമാണ് എന്നുള്ളതാണ് അതിനർത്ഥം. കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ട്, മനുഷ്യമൃഗം, ആദ്യകാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ളൊരു ചിത്രമാണ്. അതിന് പാട്ടെഴുത്തിന് വേണ്ടി ആദ്യം നിശ്ചയിച്ചത് യൂസഫ് അലി കേച്ചേരിയാണ്. യൂസഫ് അലി കേച്ചേരിയെയും സംഗീത സംവിധായകനെയും എല്ലാം ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് അവർ കോഴിക്കോട് ഒരു ഹോട്ടലില് ഒരുമിച്ചിരിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് യൂസഫ് അലി കേച്ചേരിയുടെ അടുത്ത ബന്ധുവിന്റെ കല്യാണം. അദ്ദേഹത്തിന് 2 ദിവസത്തേക്ക് വരാൻ കഴിയില്ല. MD സ്വസ്ഥിതമായ ഭാഷയിൽ പറഞ്ഞു, കുഴപ്പമില്ല, വരണ്ടപ്പോൾ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. ഒരു രാത്രി കൊണ്ട് ആ സിനിമയിലേക്ക് വേണ്ട കവിതകൾ അല്ലെങ്കിൽ പാട്ടുകൾ അദ്ദേഹം രചിച്ചു എന്നാണ് MN കാരശ്ശേരിയുടെ ഓർമ്മയിൽ പറയുന്നത്. അദ്ദേഹം കവിതയും ആ തരത്തിൽ രചിച്ച് മലയാള സാഹിത്യത്തിന്, മലയാള സിനിമാ ലോകത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ലാത്ത തരത്തിലുണ്ട്.
MT കൈവയ്ക്കാത്ത സാഹിത്യ മേഖലകൾ ഇല്ല എന്നുള്ളതാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. MTയുടെ നോവലുകള്, കഥകളെല്ലാം മുത്തഴിഞ്ഞ നായർ തറവാടിന്റെ പശ്ചാത്തലത്തിലുള്ളവയാണ്. അതിന് ഒരു അപവാദമായിട്ടുള്ളത് മഞ്ഞ് മാത്രമാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ മഞ്ഞും അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന കഥയാണ്. മഞ്ഞിലെ കഥാനായിക വിമലയുടെ കുടുംബചരിത്രവും കുടുംബ പശ്ചാത്തലവും ഒരു ഇടിഞ്ഞ നായർ തറവാടിന്റെ ഛായകൾ നൽകുന്നതാണ്. അപ്പോൾ മഞ്ഞും അതുപോലുള്ള ഒരു കഷ്ടത അനുഭവിക്കുന്ന നായർ തറവാടിന്റെ കഥ പറയുന്നു എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുവരെ മലയാള സാഹിത്യത്തിൽ പറഞ്ഞിരുന്ന വയറിന്റെ കഥകളിൽ നിന്ന് MTയുടെ കാലം മനുഷ്യ മനസ്സുകളുടെ കഥകളിലേക്ക് പ്രയാണം ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാൽപ്പനികതയുടെ അവസ്ഥയിലേക്ക് MT എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ അനുസ്മരിക്കേണ്ടത്. MTയെ പറ്റി കൂടുതലായിട്ട് പറയാൻ ജോബി മാഷുണ്ട്. എങ്കിലും കുറച്ച് വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ MTയെ അനുസ്മരിക്കാതെ കടന്നു പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് MTയെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഇത്രയും പ്രിയപ്പെട്ട ജോബി മാഷെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഏകദേശം പ്രതീക്ഷിതമായിരുന്നെങ്കിലും അതിന്റെ അനുസ്മരണ എന്നെ ഏൽപ്പിച്ചത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. വായനശാലയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ആ ഒരു ഉദ്യമം ഞാൻ ഒട്ടേറെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അക്ഷരങ്ങളെ അനാഥമാക്കിക്കൊണ്ട് MT എന്ന മലയാളത്തിന്റെ വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ നമ്മെ വിട്ട് മറഞ്ഞു പോയിരിക്കുന്നു. ക്രിസ്മസിന്റെ ആഘോഷങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉള്ളിൽ ദുഃഖം തളകെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് മലയാളികളുടെ ഈ ദിനങ്ങളെല്ലാം തന്നെ കടന്നുപോയത്. അസുരത്തിലെ ഗോവിന്ദൻകുട്ടിയുടെ ഒരു വാചകം, ഞാനൊരു യാത്ര പോവുകയാണ്, തിരിച്ചു വരാനായി പോകുന്ന ഒരു യാത്ര. MT പോയ യാത്ര ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയാണെന്ന് നമുക്കറിയാം. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഇവിടെ തോൽപ്പിക്കപ്പെടുന്നത് മരണമായിരിക്കും. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് MT തിരിച്ചു വരും. അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങളിലൂടെ, ചിരഞ്ജീവികളാകപ്പെട്ട കഥാപാത്രങ്ങളിലൂടെ അനുനിമിഷം മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് MT തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷീജ വക്കം ഈ അടുത്ത ദിവസം പത്രത്തിൽ എഴുതിയ ഒരു കവിത പോലെ, കൊടും മൗനമുരയാൽ കുത്തിക്കുറിച്ച നാരായം നീ മൃതിക്ക് കൈമാറുന്നതെങ്ങനെ? എങ്ങനെയാണ് മലയാളികൾക്ക് MTയെ മൃതിക്ക് കൈമാറാനാവുക? MT എന്ന രണ്ടക്ഷരം മൗനത്തിൽ ചാലിച്ച് അദ്ദേഹത്തിന്റെ തൂലിക ചലിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് ഉരുവപ്പെട്ട എത്രയോ കഥാപാത്രങ്ങൾ ഇന്നും സജീവമായിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് MTയെ നമുക്ക് മരണത്തിന് കൈമാറാൻ സാധിക്കുക, മൃതിക്ക് കൈമാറാൻ സാധിക്കുക? അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഏറെ ഒന്നും അനുസ്മരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു കൂടല്ലൂർ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ തീരത്തുള്ള ചെറിയ ഒരു ഗ്രാമം, കൂടല്ലൂർ എന്ന ഗ്രാമം. ആ ഗ്രാമത്തിന് സ്വന്തമായിട്ടുള്ളത് ഒരങ്ങാടിയും അതോടൊപ്പം തന്നെ ഒരു കടവും മാത്രമാണ് ആ ഗ്രാമത്തിന് സ്വന്തമായിട്ടുള്ളത്. ദാരിദ്ര്യം പേറി നടക്കുന്ന നാട്ടുകാർ. അങ്ങനെ ദാരിദ്ര്യം പേറി സ്വന്തം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച് പച്ചയായ മനുഷ്യജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ഗ്രാമീണരുടെ ഇടയിൽ നിന്നാണ് MT എന്ന കഥാകാരൻ ഉണ്ടാകുന്നത്. ഒരു ഇത്തിരി വട്ടം അദ്ദേഹം ജനിച്ച കൂടല്ലൂർ ഗ്രാമം ഒരു ഇത്തിരി വട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിന്റെ പല സ്വാഭാവികതകളും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും നിലീനമായിരുന്നു.
ഒരു മരുമക്കത്തായ തറവാട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. എം ടി ജനിക്കുന്നത് ഒരു മരുമക്കത്തായ തറവാട്ടിലാണ്. 1933 ജൂലൈ 15-ാം തീയതി മാടത്ത് തെക്കേപ്പാട്ട് നാരായണൻ നായരുടെയും അമ്മാണു അമ്മയുടെയും 4ാമത്തെ മകനായിട്ടാണ് എം ടി ജനിക്കുന്നത്. കാരശ്ശേരി മാഷ് അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ജനനം സ്വാഗതം ചെയ്യപ്പെട്ട ഒന്നല്ല. കുട്ടി അമ്മാണു അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് 4ാമത്തെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാം, അബോർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ അന്നത്തെ പരിമിതമായ സാഹചര്യത്തിൽ ഈ കുഞ്ഞിനെ ജനിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചെങ്കിലും ആ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ ജനനം ഒരു യുഗത്തിന്റെ സൃഷ്ടിയായിരുന്നു. ഒരു യുഗ സൃഷ്ടാവായിട്ട് തന്നെ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ ജനനം കർക്കിടകത്തിലെ ഉത്രട്ടാതി നാളിലാണ്. യാതൊരു രീതിയിലും ഒരു വാഗ്ദാനവും നൽകാനില്ലാത്ത ഒരു നാള്. അതായത് കാർമേഘങ്ങൾ മൂടി നിൽക്കുന്ന, മഴ പെയ്യാൻ വെമ്പി നിൽക്കുന്ന, യാതൊരു ശുഭപ്രതീക്ഷകളും നൽകാനില്ലാത്ത ഒരു നാളിലാണ്. ഒരു അശുഭ ലക്ഷണത്തോടെ യാതൊരു രീതിയിലും സ്വാഗതം ചെയ്യപ്പെടാത്ത ഒരു കുഞ്ഞായിട്ടാണ് എം ടിയുടെ ജനനം. തന്റെ ദാരിദ്ര്യത്തോട് പടവെട്ടുമ്പോഴും എം ടിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ വായനയിലായിരുന്നു. തന്റെ ഇല്ലായ്മകളെ എം ടി നിറച്ചത് വായന കൊണ്ടാണ്. അദ്ദേഹം പറയുന്നത് 6 മൈലും 12 മൈലും ഞാൻ നടന്ന് വായിക്കാൻ പുസ്തകങ്ങൾ തേടി അലഞ്ഞിരുന്നു. ഒടുവിൽ അദ്ദേഹം എത്തിപ്പെട്ടത് അച്യുതൻ നമ്പൂതിരിയുടെ വീട്ടിലും അദ്ദേഹം വായിക്കാൻ പുസ്തകങ്ങൾ തേടി എത്തുന്നുണ്ട്. വായനയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ പരിമപ്പെടുത്തിയത്. അദ്ദേഹം കൂടല്ലൂർ ഹൈസ്കൂളില് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് പോകുന്നത്. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ആ ഒരു അവസ്ഥയില് ഉപരിപഠനത്തിനുള്ള യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്നത് കൊണ്ട് കുറെ കാലം തന്നെ അദ്ദേഹത്തിന് പഠനം മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് പാലക്കാട് വിക്ടോറിയ കോളേജിൽ അദ്ദേഹം BSc കെമിസ്ട്രി രസതന്ത്രമാണ് പഠിച്ചത്. ഉന്നതമായ നിലയിൽ അവിടെ നിന്ന് അദ്ദേഹം പാസ്സാവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഒടുവിൽ കോഴിക്കോടെത്തുന്നു. അവിടെ മാതൃഭൂമിയിൽ ഒരു കാരണവരുണ്ട്, NV കൃഷ്ണവാര്യർ. അദ്ദേഹമാണ് അന്ന് മാതൃഭൂമിയിലെ പുകൾപെറ്റ പ്രൂഫ് റീഡർ. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു പ്രൂഫ് റീഡറായിട്ട് ആരംഭിച്ചു. പിന്നീട് 1954 സബ് എഡിറ്ററായി. അങ്ങനെ ജീവിതം ആരംഭിച്ചതാണ് മലയാളിയുടെ മനസ്സിലേക്ക് ചേക്കേറിയ MT വാസുദേവൻ നായരുടെ ആദ്യകാല ജീവിതം. അദ്ദേഹം മാതൃഭൂമിയെ കുറിച്ച് പറയുന്നത് ഇതാണ്: കയറി കിടക്കാൻ ഒരു ഇടം എനിക്ക് നൽകിയത് മാതൃഭൂമിയാണ്. MT എഴുത്തിലേക്ക് വരുന്ന 1950കളുടെ പശ്ചാത്തലം സവിശേഷമായ ഒരു പശ്ചാത്തലമാണ്. ഒരു കൂട്ടം സവർണ എഴുത്തുകാർ നിയതമായ കുറച്ച് നിയമാവലികൾ ഉണ്ടാക്കി വള്ളിയും പുള്ളിയും തെറ്റാതെ അതനുസരിച്ച് കഥകളും കവിതകളും എഴുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 1950കളിലാണ് MT എഴുത്തിലേക്ക് വരുന്നത്. ഈ സവർണാധിപത്യമുള്ള എഴുത്തിനെതിരെ കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ജീവൻ സാഹിത്യ പ്രസ്ഥാനം, അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനം. ആ പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രമുഖരായ വക്താക്കളായിരുന്നു തകഴി, കേശവദേവ് മുതലായിട്ടുള്ളവർ. ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനക്കാരും അവരുടെ നിയമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിരുന്നപ്പോഴും അവരും കർക്കശമായി വിമർശിക്കപ്പെട്ടിരുന്ന ഒരു കാലം. ഈ 50കളിലാണ് MT എഴുത്തിലേക്ക് വരുന്നത്. MT എഴുത്തിലേക്ക് വന്നപ്പോ ഈ 2 ചേരിയിലും ചേരാതെ, പുരോഗമന സാഹിത്യത്തിലോ സാമ്പ്രദായികമായ സവർണ എഴുത്ത് രീതിയിലോ ചേരാതെ, സ്വന്തമായി ഒരു വഴിവെട്ടി, നമ്മുടെ സിനിമയിലൊക്കെ ഡയലോഗ് പറയുന്നത് പോലെ തന്നെ സ്വന്തമായി ഒരു വഴി വെട്ടി തെളിച്ച് എഴുത്തിലേക്ക് വന്ന ഒരാളാണ് MT വാസുദേവൻ നായർ. അത് പിറകെ വരുന്ന ഒരുപാട് എഴുത്തുകാർക്ക് ഒരു പ്രചോദനവും പ്രഭവ കേന്ദ്രവുമായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം,
കേരളത്തിന്റെ നോവൽ ശൃംഖലയുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രമെടുത്താൽ ചന്തുമേനോൻ തുടങ്ങിയുള്ള എഴുത്തുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു നായർ മേധാവിത്വം ആ എഴുത്തുകളിലെല്ലാം തന്നെ നിലീനമാണ്. CV രാമൻപിള്ള തുടങ്ങി ചന്തുമേനോനിലൂടെ എത്തുമ്പോൾ നായർ മേധാവിത്വത്തിന്റെ ഒരു പ്രാവീണ്യം ഈ എഴുത്തുകളിലെല്ലാം തന്നെ പ്രോജ്വലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ MTയിലേക്ക് എത്തുമ്പോൾ അതിന് വലിയൊരു വിച്ഛേദം ഉണ്ടാകുന്നു. MTയുടെ കഥകളിൽ, MTയുടെ നോവലുകളിൽ അദ്ദേഹം പ്രതിഫലിപ്പിച്ചത് നായർ മേധാവിത്വത്തിന്റെ പതനം തന്നെയായിരുന്നു. കേരളീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഭൂപരിഷ്കരണം കൊണ്ടുണ്ടായ ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, കൂട്ടുകുടുംബത്തെ അതെങ്ങനെ തകർത്തു, പിന്നീട് ഉൽപാദന ബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എല്ലാം തന്നെ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നതാണ് MTയുടെ മിക്ക കൃതികളിലും പറയുന്നത്. ചില ദളിതപക്ഷ എഴുത്തുകാര് വിമർശിക്കുന്നത് പോലെ നായർ തറവാടുകളിലെ മുടിഞ്ഞു പോകുന്ന നായർ തറവാടുകളെ കുറിച്ചുള്ള വിലാപങ്ങളാണ് MTയുടെ രചനകളിലെ കാതൽ എന്നുള്ളൊരു വിമർശനം പലപ്പോഴും വരുന്നുണ്ട്. അത് അസ്ഥാനത്തല്ല എന്നാണ് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല എഴുത്തുകാരെയും പോലെ തന്നെ MT ഒരു കവിത എഴുതിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ എഴുത്ത് ജീവിതത്തിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം കേരളക്ഷേമം എന്നൊരു വാരികയിൽ പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്നൊരു ലേഖനമാണ് ആദ്യമായിട്ട് എഴുത്തിലൂടെ അദ്ദേഹം വരുന്ന ഒരു ലേഖനം. പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്നൊരു കൃതിയാണ്. പിന്നീട് അച്ചടിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു കൃതി എന്ന് പറയുന്നത് ചിത്ര കേരളം എന്ന മാസികയിൽ വന്ന വിഷു ആഘോഷം എന്നൊരു കൃതിയാണ്, അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കൃതി. പിന്നീട് MT കുറച്ചുകൂടി തെളിമയോടുകൂടി പൊതുമേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൃതി 1954 അദ്ദേഹം എഴുതിയ രക്തം പുരണ്ട മൺതരികൾ എന്ന കൃതിയാണ്. അദ്ദേഹം BSc കെമിസ്ട്രിക്ക് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോഴാണ് രക്തം പുരണ്ട മൺതരികൾ എന്ന കൃതി എഴുതുന്നത്. അത് പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് തന്റെ സഹപാഠികൾ എല്ലാവരും തന്നെ പിരിവിട്ട പൈസ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ കൃതി പ്രസിദ്ധമായത്. പിന്നീട് അദ്ദേഹം മാതൃഭൂമിയിലെ സബ് എഡിറ്ററായിട്ട് ചേരുമ്പോ 1957 പ്രസിദ്ധീകരിച്ച പാതിരാവും പകൽ വെളിച്ചവും എന്ന കൃതി ഖണ്ഡശിയായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു കൃതിയാണ് പാതിരാവും പകൽ വെളിച്ചവും. ആദ്യമായി ലക്ഷണബദ്ധ രീതിയിൽ ഒരു നോവൽ ഇറങ്ങുന്നത് നാലുകെട്ടാണ്. ആ പ്രഥമ കൃതിക്ക് തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1959 തന്നെ അദ്ദേഹത്തിന് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹം ഒരു മേഖലയിൽ ഒതുങ്ങി നിന്ന ആളല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം സിനിമ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു MT. ഒരുപക്ഷെ നവോത്ഥാന കാലഘട്ടത്തിലെ നവോത്ഥാന പ്രതിഭകളിലെ ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന് നമുക്ക് പറയാവുന്ന ഒരാൾ. നോവൽ, കഥ, കവിത, സിനിമ, സാംസ്കാരിക പ്രവർത്തനം എന്നിങ്ങനെ എണ്ണമറ്റ മേഖലകളിൽ കഴിവ് തെളിയിച്ച സാഹിത്യകാരന്മാർ വളരെ കുറവുള്ളൊരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അദ്ദേഹം തിരക്കഥ എഴുതിയ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മലയാളിക്ക് തന്നെ പ്രശസ്തമായിട്ടുള്ള മുറപ്പെണ്ണ് എന്ന് പറയുന്ന ഒരു കൃതിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥയാക്കപ്പെട്ട ഒരു കൃതി. ഇനി അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങൾ എടുത്താല് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഈ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ പുറത്തുനിന്ന് വന്നവയല്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മുത്തച്ഛൻ, മുത്തച്ഛി, അദ്ദേഹത്തിന്റെ അയൽപക്കക്കാർ മാത്രമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി വന്നത്. ആ കഥാപാത്രങ്ങളെ എല്ലാം തന്നെ കൃതികളിലേക്ക് ആവാഹിച്ചു. കഥാപാത്രങ്ങളുടെ ജീവചരിത്രമല്ല അദ്ദേഹം എഴുതിയത്, കഥാപാത്രങ്ങളുടെ ആത്മകഥയാണ് എഴുതിയത്. അതുകൊണ്ട് ആ കഥാപാത്രങ്ങളുടെ ആത്മകഥ കേരളത്തിലെ എല്ലാ മലയാളികളുടെയും ആത്മകഥയായിട്ട് മാറുന്നു.
ഒരു കഥാപാത്രത്തെയും പുറത്തു നിന്ന് നോക്കിക്കണ്ട ഒരാളല്ല എം ടി, അകലെ നിന്ന് നോക്കിക്കണ്ട ഒരാളാണ് എം ടി. അദ്ദേഹത്തിന്റെ ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം എം ടിയുടെ തൊട്ടു വടക്കേതിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഭ്രാന്തൻ വേലായുധൻ. ഒരു സന്ധ്യാസമയത്ത് ചങ്ങല പൊട്ടിച്ച് ഉമ്മറത്തേക്ക് കയറി വന്ന, കോലായിലേക്ക് കയറി വന്ന ഭ്രാന്തൻ വേലായുധൻ എം ടിയുടെ അമ്മയോട് ചോദിക്കുകയാണ്, മാളുകടത്തി ഒരു ഇത്തിരി ചോറ് തരാമോ? എം ടി ആ സമയത്ത് അവിടെ ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കാം. ആ ഭ്രാന്തൻ വേലായുധനെ നിർമാല്യത്തിലെ ഗോപാലനാക്കി മാറ്റാൻ എം ടിക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. അതോടൊപ്പം തന്നെ ഭ്രാന്തുള്ള, മാനസികാസ്വാസ്ഥ്യമുള്ള എല്ലാവരെയും എത്രത്തോളം മാനുഷികമായി, എത്രത്തോളം സഹിഷ്ണുതയോടുകൂടി നമ്മൾ പരിചരിക്കണം എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും. പ്രത്യേകിച്ച് നിർമാല്യം പോലെ, ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധൻ പോലെയുള്ള കഥാപാത്രങ്ങൾ. മറ്റൊരാൾ ചാത്തലശ്ശേരി പറങ്കോടനാണ്. മലമക്കാവില് ചാത്തലശ്ശേരി പറങ്കോടൻ വൈകുന്നേരത്തിൽ സഞ്ചരിക്കുമ്പോ എന്തോ തേർവാഴ്ച കണ്ട് പേടിച്ചു, ബുദ്ധിഭ്രമം സംഭവിച്ചു, ഭ്രാന്തായി. പിന്നീട് ആ കാവിലാണ് രാവും പകലും താമസിച്ചത്. അതിലൂടെ പോകുന്നവരോട് വല്ലപ്പോഴും ആഹാരം ചോദിക്കും. ഈ ചാത്തലശ്ശേരി പറങ്കോടനും അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത വീട്ടിലൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെയാണ് അദ്ദേഹം നിർമാല്യം സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു കഥാപാത്രമാണ് കോന്തുണ്ണി നായർ. അദ്ദേഹത്തിന്റെ അമ്മാവനാണ്, എം ടിയുടെ അമ്മാവനാണ് കോന്തുണ്ണി നായർ. ഈ കോന്തുണ്ണി നായരുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പകിടകളിക്കാരനാണ്. പകിടകളിയുടെ രാജാവാണ് ഈ കോന്തുണ്ണി നായർ. ഈ കോന്തുണ്ണി നായരെ മുഖ്യ കഥാപാത്രമായിട്ട് അദ്ദേഹം പിന്നീട് രചനകൾ നടത്തുന്നുണ്ട്. മറ്റൊരാളാണ് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കഥാപാത്രം. അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി എം ടിയുടെ ഒരു അമ്മാവനാണ്. ഈ അമ്മാവൻ അസുരവിത്തിലെ കഥാപാത്രത്തെ പോലെയല്ല ദുഷ്ടനും അതോടൊപ്പം തന്നെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അമ്മാവൻ അവസാനം മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാം മതത്തിൽ നിന്ന് തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് തന്നെ വരുന്ന ഒരു അമ്മാവനാണ് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി. മറ്റൊരു കഥാപാത്രമാണ് ചാത്തുമാൻ. ഈ ചാത്തുമാന്റെ പ്രത്യേകത, മരുമക്കള് ഒരു ദിവസം ഒരു സായാഹ്നത്തില് കോഴിക്കറി ഉണ്ടാക്കി ചാത്തുമാന് കൊടുത്തു. ചാത്തുമാൻ അത് കഴിച്ച് പടിപ്പുര എത്തുന്നതിന് മുമ്പ് തന്നെ വീണു. മരുമക്കൾ കോഴിക്കറിയിൽ പാഷാണം കലക്കിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു കഥാപാത്രമാണ് താശമ്മാൻ. താശമ്മാന്റെ പ്രത്യേകത, നല്ല നെൽകൃഷിക്കാരനാണ്. ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കിയ നല്ലൊരു കച്ചവടക്കാരൻ, അറുപിശുക്കൻ. അദ്ദേഹത്തിന്റെ പൊന്നും ആമാടങ്ങളും എല്ലാം തന്നെ ഒരു കുടത്തിലാക്കി അദ്ദേഹം കുടിച്ചിട്ടു. അതിന് കാവലിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് കുഴിച്ചിട്ട സ്ഥലം മറന്നുപോയി, ഭ്രാന്തനായി. ആ കഥാപാത്രത്തെയും എം ടി എത്രയോ സർഗാത്മകതയോടുകൂടി ആവിഷ്കരിച്ചിരുന്നു. എം ടി യുക്തിവാദികളുടെ ഒരു സമ്മേളനത്തിൽ പോയി പറഞ്ഞത്, ലോകത്ത് ഒരു സ്ഥലത്തും ദൈവമില്ല എന്നുണ്ടെങ്കിലും എന്റെ നാട്ടിലെ കൊടിക്കുന്നത്തുകാവിൽ അമ്മ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അതിന് നിതാന്തമായ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എം ടിയുടെ ഈ വടക്കേപ്പാട്ട് തറവാട്ടിലെ ഒരു തലമുറയില് ഒരു സ്ത്രീയും 6 മക്കളും മാത്രമാണ് താമസിച്ചിരുന്നത്. അപ്പൊ ഈ സ്ത്രീ പാല് കറന്നുകൊണ്ടുപോയി ഒരു പുഴയ്ക്ക് അപ്പുറമുള്ള ക്ഷേത്രത്തിൽ കൊടുത്ത് അവിടെ നിന്നുള്ള നിവേദ്യച്ചോറ് പേടിച്ചിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിരുന്നത്. ഒരിക്കൽ പുഴയിലെ വെള്ളം നല്ലൊരു മഴക്കാലത്ത് പുഴ കടന്നു പോകാൻ നിവൃത്തിയില്ലാതെയായി. ആ സ്ത്രീ പാലുമായി ചെന്നെങ്കിലും പുഴ കടക്കാനാകാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അന്ന് രാത്രി ആ സ്ത്രീയും 6 കുട്ടികളും പട്ടിണിയാണ്. നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കൈ, പട്ടിനാൽ മറയ്ക്കപ്പെട്ട ഒരു കൈ വീട്ടിലേക്ക് നീണ്ടു വന്നു എന്നും ഒരു ചെമ്പ് ചോറെടുത്തു വെച്ച് ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു എന്നാണ് ഐതിഹ്യം. അന്ന് മുതലാണത്രേ ആ വീട്ടിലേക്ക് ഐശ്വര്യം കൈവന്നത്.
അതുകൊണ്ടുകൂടിയാണ് എം ടി പറഞ്ഞത്, എന്റെ ലോകത്തുള്ള ഏതൊരു സ്ഥലത്തും ദൈവമില്ല എന്ന് പറഞ്ഞാലും എന്റെ കൊടിക്കുന്നത്തുകാവിലമ്മ ഇല്ല എന്ന് പറഞ്ഞാല് ഞാൻ സമ്മതിക്കില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മഞ്ഞ് നോവലിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. മഞ്ഞിന് വിമല മറ്റാരുമല്ല, എം ടിയുടെ ആദ്യത്തെ ഭാര്യ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് അതിനെ കുറിച്ചുള്ള വാർത്തകൾ. എം ടി ആദ്യം വിവാഹം ചെയ്യുന്നത് അദ്ദേഹം ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുമ്പോ അവിടുത്തെ സഹ അധ്യാപികയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. എം ടിയേക്കാൾ 3 വയസ്സ് കൂടുതലുള്ള പ്രമീള നായരെയാണ് വിവാഹം ചെയ്യുന്നത്. ആ വിവാഹത്തെ കുറിച്ച് പറയുമ്പോ ഒരിക്കൽ എം ടിയെ പ്രമീള നായർ ഫോൺ ചെയ്ത് പറയുകയാണ്, അവര് നല്ല സമ്പന്നയായ ഒരു സ്ത്രീയാണ് പ്രമീള നായർ, വളരെ സമ്പന്നയായ ഒരു സ്ത്രീ. കോളേജിൽ പഠിപ്പിക്കുമ്പോ ഒരു ദിവസം എം ടിയെ ഫോൺ വിളിച്ച് പറയുകയാണ്, വീട്ടിൽ വഴക്കാണ്, അതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കാൻ സ്ഥലം അറേഞ്ച് ചെയ്ത് തരണം, YMCAയിലോ മറ്റോ സ്ഥലം അറേഞ്ച് ചെയ്ത് തരണമെന്നാണ് എം ടിയോട് ആവശ്യപ്പെടുന്നത്. എം ടി അതിന് പറഞ്ഞ മറുപടി, എന്റെ ഫ്ലാറ്റിലേക്ക് വരിക. പ്രമീള നായർ എം ടിയുടെ ഫ്ലാറ്റിലേക്ക് വന്നു. എം ടി മറ്റുള്ളവർക്ക് അവരെ പരിചയപ്പെടുത്തിയത് എന്റെ ഭാര്യ എന്നാണ്. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞു, ഇനിയിപ്പോ രജിസ്റ്റർ ചെയ്യണ്ടേ, ആൾക്കാരെന്ത് വിചാരിക്കും. ദൈവത്തിനും അമ്പലത്തിനും കൊടുക്കാത്തൊരു ബഹുമാനം രജിസ്ട്രാർക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ആ കല്യാണം രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. അതിലുണ്ടായ മകളുടെ പേരാണ് സിത്താര. അദ്ദേഹത്തിന്റെ കോഴിക്കോടുള്ള വീടിന്റെ പേരും മറ്റൊന്നല്ല, സിത്താര എന്നാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോ സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഈ സിത്താരയെ നൃത്തം അഭ്യസിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ. സിത്താരയെ നൃത്താഭ്യസിപ്പിക്കാൻ വന്ന ഈ നർത്തകി കാലക്രമേണ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇടം പിടിപ്പിക്കുകയും ആദ്യത്തെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അദ്ദേഹം ഇപ്പോഴുള്ള ഭാര്യയോടൊപ്പം താമസിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ അതിനകത്തേക്ക് ആ വിമർശനത്തിലേക്ക് എന്തായാലും ഞാൻ പോകുന്നില്ല. ഈ പ്രമീള നായരാണ് വിമലയായിട്ട് ഈ മഞ്ഞിൽ കടന്നു വരുന്നത്. പ്രമീള നായരോടൊപ്പം താമസിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ പ്രമീളയുടെ ഒരു ബന്ധു വിളിച്ചിട്ടാണ് എം ടിയും അതോടൊപ്പം തന്നെ പ്രമീള നായരും കൂടി നൈനിറ്റാളിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. ആ നൈനിറ്റാളിൽ വെച്ച് അതിന്റെ ആ ഭൂപ്രകൃതി, അതിന്റെ ആ മനോഹാരിത, മഞ്ഞ് പുതഞ്ഞു നിന്നുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് മഞ്ഞ് വായിക്കാൻ കഴിയില്ല. നിങ്ങൾ മഞ്ഞിൽ പുതച്ചിട്ടാണ് നിങ്ങൾ മഞ്ഞ് വായിക്കുന്നത്. കേവലം മഞ്ഞിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമ്മളൊരു ദൃശ്യമാധ്യമത്തിൽ കാണുന്നതിനേക്കാൾ കൃത്യമായി മഞ്ഞ് എന്ന നോവല് വായിക്കുമ്പോൾ നമുക്ക് അത് ബോധ്യമാവുന്നു, അനുഭവഭേദ്യമാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അത്തരത്തിൽ മഞ്ഞ് നമ്മുടെ വൈരശാലയില് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിനകത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഓരോന്നും ജീവിതഗന്ധികളായ കഥാപാത്രങ്ങളാണ്. അതുകൊണ്ടുകൂടിയാണ് എം ടി പറഞ്ഞത്, അദ്ദേഹത്തിനോട് ആത്മകഥ എഴുതാൻ പറഞ്ഞപ്പോ എം ടി പറഞ്ഞു, ഒരു പ്രത്യേകിച്ച് ഒരു ആത്മകഥയുടെ ആവശ്യമില്ല, ഞാൻ എഴുതിയ കൃതികളെല്ലാം ചേർത്ത് വെച്ചാൽ ആത്മകഥയായി. അതിൽ നിന്ന് ഭിന്നമായിട്ടാണ് ഒരു കോളം മനോരമ കൊടുത്തത്, ആത്മകഥയിൽ പറയാത്ത ഒരു കാര്യം എന്ന രീതിയിൽ പ്രമീള നായരുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെ കുറിച്ച് മനോരമയിൽ കൊടുത്തത്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം ആത്മനിഷ്ഠമാണെങ്കിലും അത് സാർവലൗകികമായ ഒരു പ്രതീതി എല്ലാ വായനക്കാരിലും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭ്രാന്തൻ വേലായുധന്റെ വേദന നമ്മുടെ വേദനയായിട്ട് മാറുന്നത്. വിമലയുടെ വേദന കേരളത്തിലെ ഓരോ സ്ത്രീകളുടെയും ദുഃഖമായിട്ട് മാറുന്നത്. ആത്മനിഷ്ഠമായ കഥാപാത്രങ്ങളെ എത്രയോ ഭംഗിയായിട്ടാണ് അദ്ദേഹം സാർവലൗകികമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. അനിതര സാധാരണമായ ഒരു ഭാവുകത്വം അദ്ദേഹത്തിന്റെ ഓരോ കൃതികളിലും നമുക്ക് ദർശിക്കാൻ സാധിക്കും. നാലുകെട്ട് എന്താണ്? കേരളത്തിന്റെ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിന്റെ ഒരു പരിച്ഛേദമാണ് നാലുകെട്ട്. നാലുകെട്ടിലെ അപ്പുണ്ണിയുടെ വേദന മറ്റൊന്നുമല്ല. ഈ നായർ വിഭാഗം വാസ്തവത്തിൽ അവര് ഒരു മേൽനോട്ട ചുമതല മാത്രം ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ്. ധാരാളം ഭൂമി ഉണ്ടായിരുന്നു, അതിനകത്ത് കൃഷിക്കാരുണ്ടാവും.
അതിന്റെ മേൽനോട്ടങ്ങൾ മാത്രമേ ഈ വിഭാഗത്തിന് ചുമതലയായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മരുമക്കത്തായ നിർത്തി ഭൂപരിഷ്കരണം ഇവിടെ നടപ്പിലാക്കിയപ്പോ വല്ലാത്തൊരു പ്രതിസന്ധി നേരിട്ട ഒരു വിഭാഗമാണ് നായർ വിഭാഗം. തറവാട് മുറിക്കേണ്ട വന്നു, വീട് ഭാഗം വെക്കേണ്ടി വന്നു, സ്ഥലം മുറിച്ചു, സ്വന്തമായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു, തറവാട് മുറിക്കേണ്ടി വന്നു. അതിന്റെ എല്ലാം തന്നെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്ന കഥാപാത്രമാണ് അപ്പുണ്ണി. റോബിൻ ജെഫ്രി എഴുതിയിട്ടുള്ളത് പോലെ നായർ മേധാവിത്വത്തിന്റെ ഒരു പതനം ആ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് വരുമ്പോ അപ്പുണ്ണിയെ അത് കാര്യമായിട്ട് ബാധിക്കുന്നു. ഒടുവിൽ നാലുകെട്ട് പൊളിച്ചു പോകാൻ, നാലുകെട്ട് തകർക്കാൻ ശ്രമിക്കുമ്പോ അപ്പുണ്ണി ഒരു വീര കഥാപാത്രത്തെ പോലെ അവിടെ നാലുകെട്ടിലേക്ക് വന്ന് നാലുകെട്ട് വില പറഞ്ഞ് ഏറ്റെടുക്കുന്നത് അവിടെയും നായർ മേധാവിത്വത്തിന്റെ പതനമുണ്ടെങ്കിലും അതിനെ എത്രയോ സർഗാത്മകമായി തന്നെ മറികടന്നുകൊണ്ട് അപ്പുണ്ണിയെ ഒരു രക്ഷകനായിട്ട് അവിടെ പ്രകീർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കഥയിൽ തന്നെ കോന്തുള്ളി നായർ, ഈ കോന്തുള്ളി നായര് കല്യാണം കഴിക്കുന്നത് പാറുക്കുട്ടിയമ്മയാണ്. കോന്തുള്ളി നായരുടെ കൂടെ ഇറങ്ങിപ്പോവാണ് പാറുക്കുട്ടിയമ്മ. കാലഘട്ടത്തില് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. MP ഒരു വിഗ്രഹ പഞ്ചകൻ തന്നെയാണ്, ഒരു വിഗ്രഹ പഞ്ചകൻ തന്നെയാണ് MP. ഈ കോന്തുള്ളി നായരെ വിഷം കൊടുത്ത് കൊല്ലുന്നത് ഒരു സെയ്താരിയാണ്. എന്റെ ഒരു സാറ് പറഞ്ഞത് MP-യുടെ കഥകളിലാണ് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ ആദ്യമായിട്ട് ആരംഭിച്ചത്. അവിടെ വില്ലന്റെ സ്ഥാനത്ത് വരുന്നത് ഒരു സെയ്താലിയാണ്. MP-യുടെ പല കഥകളിലും അദ്ദേഹം നായർ നമ്പൂതിരി ബാന്ധവത്തെ, അതിന്റെ മേധാവിത്വത്തെ എല്ലാം തന്നെ കർശനമായിട്ട് വിമർശിച്ചപ്പോഴും താഴേക്കിടയിലുള്ള ജാതികളുടെ മേലെ അദ്ദേഹത്തിന്റെ മനോഭാവം എന്തായിരുന്നു എന്ന് വിലയിരുത്തപ്പെടണമെന്ന് ചില ദളിതപക്ഷ എഴുത്തുകാര് ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ കോന്തുള്ളി നായരെ വിഷം കൊടുത്തു കൊല്ലുന്നത് ഒരു സെയ്താലിയാണ്. അങ്ങനെ ആട്ടിയിറക്കപ്പെട്ട അപ്പുണ്ണി പിന്നീട് അവിടെ വേറൊരു കാര്യമുണ്ട്. ഈ സെയ്താലി തന്നെയാണ് അപ്പുണ്ണിയെ ആശ്വസിപ്പിക്കുന്നതും. മറ്റൊരു സ്ഥലത്ത് സാധാരണ നായർ വിഭാഗത്തിലുള്ള ആൾക്കാർ ജോലിക്ക് പോകാറില്ല. അവര് പഠിപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്റ്റുക അല്ലെങ്കിൽ കൃഷിപ്പണിക്ക് ഏർപ്പെടുക എന്നുള്ളത് അവർക്ക് അചിന്ത്യമായ ഒരു കാര്യമായി. അവിടെയും അതിനൊരു ബദൽ സൃഷ്ടിച്ചു. മറ്റൊരു തൊഴിലിന് അപ്പുണ്ണി ധൈര്യമായിട്ട് പോകുന്നു. ആ തൊഴിൽ ചെയ്ത പണം തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് തന്റെ തറവാടിന് വില പറഞ്ഞ് അത് ഉറപ്പിച്ച് അത് ഏറ്റെടുക്കുന്ന ഒരു അപ്പുണ്ണി. നായർ മേധാവിത്വത്തിന്റെ പതനത്തോടൊപ്പം തന്നെ കാലികമായ അതിനെ അവരെങ്ങനെ നേരിട്ടു അതിന്റെ ഒരു പ്രതിരോധം കൂടി ആ കഥകളിൽ വ്യക്തമാക്കപ്പെടുന്നു, നിലീനമാക്കപ്പെടുന്നു. മറ്റൊരു കഥയാണ് MP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കാലം. ഞാൻ ഇതും കൂടി കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിച്ചോളാം. കാലത്തിലെ സേതുമാധവൻ ആ കാലഘട്ടത്തിലെ മലയാളത്തിലെ എല്ലാ യുവാക്കന്മാരും, ഞാൻ ഉൾപ്പെടെയുള്ള, ഞാൻ ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ആളാണെങ്കിലും സേതുമാധവന്റെ മാനസിക സംഘർഷങ്ങൾ ഓരോ മലയാളിയുടെയും മാനസിക സംഘർഷങ്ങളാണ്. ദാരിദ്ര്യത്തോട് പടവെട്ടി ഉപരിപഠനത്തിനായി ഹോസ്റ്റലിലേക്ക് പോയി അവിടെയും ഒരുപാട് വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്ന സേതുമാധവൻ. വാസ്തവത്തിൽ മലയാളി, ഒരു ശരാശരി മലയാളിയുടെ ജീവിതം ഇപ്പോഴും പല ഒരു ചോദ്യചിഹ്നങ്ങൾക്ക് മുൻപിലാണ്. എന്താണ് ചോദ്യം? എവിടെ വരെയായി പഠിത്തം? പഠിത്തം കഴിഞ്ഞാൽ ജോലി, ജോലി കഴിഞ്ഞാൽ എന്തുകൊണ്ട് കല്യാണമായില്ല? കല്യാണമായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് കുട്ടികളായില്ല? കുട്ടികളായി കഴിഞ്ഞാൽ എന്താണ് അവരുടെ സ്ഥിതി? വീട് വെച്ചില്ല. അങ്ങനെ നിരന്തരമായ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന സേതുമാധവൻ. ഈ സേതുമാധവൻ ആദ്യമായിട്ട് പ്രണയിക്കുന്നത് സുമിത്രയാണ്. സുമിത്രയെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മറ്റൊരു വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ അവിടെ കണ്ട സുന്ദരിയായ ഒരു പെൺകുട്ടിയായിട്ടുള്ള തങ്കമണിയെ അദ്ദേഹം സ്നേഹിക്കുന്നു. അവളോടൊപ്പമുള്ള ജീവിതം നയിക്കുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയുടെ ഭാര്യയെ പോലും പ്രണയിക്കുന്നു. അവസാനം ജോലി തേടി നടന്നതിനൊടുവിൽ ഒരു ഗവൺമെന്റ് ജോലി അദ്ദേഹത്തിന് കിട്ടുന്നു. ആ ഗവൺമെന്റ് ജോലിയും ഉപേക്ഷിച്ചുകൊണ്ട് അസംതൃപ്തനായി അദ്ദേഹം നീങ്ങുന്നു. അദ്ദേഹം തെക്കോട്ട് വണ്ടി കാത്തു നിൽക്കുമ്പോൾ വടക്കോട്ടാണ് വണ്ടി.
അദ്ദേഹം കടവിലെ ഇക്കരെ എത്തുമ്പോൾ തോണി അക്കരയാണ്. കാലം തെറ്റി കാലാധിപത്യമായിട്ട് ജീവിക്കാനുള്ള ഒരു മോഹം ഈ സേതുമാധവനുണ്ടെങ്കിലും പലപ്പോഴും അത് സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. ഒടുവിൽ അലഞ്ഞു തിരിഞ്ഞ് തന്റെ ആദ്യത്തെ കാമുകിയുടെ അടുത്ത് എത്തുമ്പോ, സുമിത്ര എന്നാണ് അവരുടെ പേര്, സേതുമാധവൻ സുമിത്ര എന്ന് ചെട പിടിച്ച് എന്തൊക്കെയോ ധ്യാനിച്ചിരിക്കുന്ന ഒരു സന്യാസിനിയായിട്ട് ജീവിക്കുമ്പോ സുമിത്രയോട് സേതുമാധവൻ പറയുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. സുമിത്ര മറുപടി പറയുന്നു, എനിക്കറിയാം സേതുവിന് ഇഷ്ടമായിരുന്നു എന്നെയല്ല, സേതുവിന് ഏറ്റവും അധികം ഇഷ്ടം സേതുവിനെ തന്നെയായിരുന്നു. ആ ഒരു വാചകം എത്ര അർത്ഥഗാംഭീര്യമുള്ള ഒരു വാചകമാണെന്ന് നമുക്ക് നോക്കുക. മനുഷ്യന്റെ സ്ഥായിയായ ഭാവമായിട്ടുള്ള സ്വാർത്ഥതയെ ഇത്രമാത്രം പ്രകടിപ്പിച്ച മറ്റൊരു രചനയുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാം ഗുണം പോലെയുള്ള കൃതികള്, അസുരവിത്ത്, ഇതെല്ലാം നമുക്ക് അറിയാം. അദ്ദേഹത്തിന്റെ തിരക്കഥകളായാലും അദ്ദേഹത്തിന്റെ സിനിമ മലയാളിയെ ഏറെ ചിന്തിപ്പിച്ച ഒരു സിനിമയാണല്ലോ വടക്കൻ വീരകാലം. അതുവരെ ചതിയുടെ പ്രതീകമായ ഒരാളെ ചതിക്കപ്പെട്ട ഒരാളായി മാറ്റി നവീനമായ ഒരു ഭാവുകത്വത്തിന് തുടക്കം കുറിക്കാൻ ഈ MT വാസുദേവൻ നായർക്ക് കഴിഞ്ഞു. അതേപോലെ ഒരു പ്രതിസ്ഥാനത്ത് ഒരാളെ, ഒരു അപരാധിയായി കണ്ടിരുന്ന ഒരാളെ ഒരു ഇരയാക്കി മാറ്റി. അവിടെ ചില വിമർശനങ്ങൾക്ക് വിധേയമാണ്. അവിടെ പ്രതിസ്ഥാനത്ത് വരുന്നത് ഉണ്ണിയാർച്ചയാണ്. അവിടെ ഒരു സ്ത്രീ വിരുദ്ധത ഇല്ലേ? ചതിയിൽപ്പെടുത്തിയ ഒരു സ്ത്രീയായിട്ട് ഉണ്ണിയാർച്ചയെ മാറ്റുമ്പോ അതിനകത്ത് സ്ത്രീ വിരുദ്ധത ഇല്ല. MTയുടെ ഓരോ കഥകളിലും ഓരോ കൃതികളിലും തുല്യമായ അവസരത്തിൽ പുകഴ്ത്തലിനും ഇകഴ്ത്തലിനുമുള്ള അവസരങ്ങൾ അദ്ദേഹം തന്നെ തുറന്നെടുത്തുള്ളതാണ്. ഒരേ സമയം അദ്ദേഹത്തിന് അഭിനന്ദനവും ഒരേ സമയം വിമർശനത്തിനുള്ള സാധ്യതകളും അദ്ദേഹം തുറന്നിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം വരുന്ന നിർമാല്യം, അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിച്ചോളാം. നിർമാല്യം എന്ന സിനിമ എല്ലാവരും ഈ കാലഘട്ടത്തിൽ പറയുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ചിത്രീകരണത്തെ കുറിച്ച് MT പറയുന്നുണ്ട്. ഭഗവതിയുടെ മുഖത്ത് തുപ്പണം. ഒരു രീതിയിലും വെളിച്ചപ്പാട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ജീവിതം കരിപ്പിടിപ്പിക്കാൻ സാധിക്കാതെ, സ്വന്തമായിട്ടൊരു മകനുണ്ട്, അദ്ദേഹം വിദ്യാസമ്പന്നനാണ്, വെളിച്ചപ്പാടിന്റെ ജോലിയിലേക്ക് അദ്ദേഹം അതുകൊണ്ട് വരുന്നില്ല. നിത്യദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കാതെ വന്നത്, ഇപ്പൊ ഈ ഇടയ്ക്ക് അതിനെ കുറിച്ചൊരു തിരുത്തൽ വരുന്നുണ്ട്. നിത്യദാരിദ്ര്യത്തിൽ നിന്നുള്ളൊരു മോചനം വരുന്നില്ല എന്നതുകൊണ്ടല്ല തുപ്പുന്നത്, തന്റെ ഭാര്യ ഒരു മേത്തനോടൊപ്പം കിടക്കുന്നത് കണ്ടതുകൊണ്ടാണ് തുപ്പുന്നത് എന്നുള്ള രീതിയിൽ ഒരു വ്യാഖ്യാനം. അവിടെ ആണധികാരം, പെണ്ണിന്റെ ഉടലിന്റെ അധികാരം ആണിനാണെന്നുള്ള സാമ്പ്രദായികമായ ആ ഒരു വിശ്വാസം തകർന്നപ്പോഴാണ് ഭഗവതിയുടെ മേൽ അദ്ദേഹം തുപ്പുന്നത് എന്നുള്ളൊരു പുതിയ വ്യാഖ്യാനം കൂടി വരുന്നുണ്ട്. എന്നാലും ആ കാലഘട്ടത്തിൽ ഒരു ഭഗവതിയെ തുപ്പാൻ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യം, അത് ഇന്നും അധ്യക്ഷ പ്രസംഗൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ധൈര്യം ഇന്ന് എത്ര പേർക്കുണ്ട് എന്നുള്ളത് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഭഗവതിയെ തുപ്പണമെന്നല്ല, അതിന്റെ ആ ആശയപ്രപഞ്ചം ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യ സൃഷ്ടി എത്രമേൽ മലയാളികളെ സ്വാധീനിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ കഥകളിലൂടെയും കഥാപാത്രത്തിലൂടെയും കടന്നുപോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സാഹിത്യകാരൻ കേരളത്തിലെ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ അവരുടെ വായനയിൽ വിശ്വസിക്കട്ടെ എന്നാണ് എന്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന. MTയിലെ സാഹിത്യ പത്രാധിപരെ കൂടി പരിചയപ്പെടുത്താതെ പോയാൽ അതൊരു തെറ്റായിരിക്കും. തന്റെ തിരക്ക് പിടിച്ച എഴുത്ത് ജീവിതത്തിനിടയിലും കേരളത്തിലെ എത്രയോ സർഗധനരായ പ്രതിഭകൾക്ക് അവരുടെ കൃതികളെ പരിചയപ്പെടുത്തുവാൻ ഒരു പത്രാധിപർ എന്ന നിലയിൽ MT എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. മാതൃഭൂമിയിൽ പത്രാധിപരായിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞിരുന്നു, എന്റെ സർഗോർജം ഒരുപാട് ഞാൻ പത്രമേഖലയിൽ ജോലി ചെയ്ത് തീർത്തപ്പോഴും ഏതെങ്കിലും ഒരു നല്ല കഥയോ കവിതയോ എന്റെ കയ്യിൽ കിട്ടുന്നത് ഒരു അമൂല്യ നിമിഷമായി ഞാൻ കണക്കാക്കി എന്നാണ് MT പറഞ്ഞിട്ടുള്ളത്.
MT യെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, MT വല്ല രാഷ്ട്രീയ വിമർശനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം സാധാരണഗതിയിൽ ഉയർന്നു വരാറുണ്ട്. KLF 2023 വേദിയില് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി സ്വാതന്ത്ര്യം എന്നത് ഭരിക്കുന്നവരുടെ ഔദാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ പിന്നീട് കേരളത്തിലുടനീളം കേട്ടത് വലിയ വാചോടോപങ്ങളായിരുന്നു, തർക്കവിതർക്കങ്ങളായിരുന്നു കേരളത്തിൽ കേട്ടത്. അതിന്റെ കാരണം ഇതാണ്, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചല്ല, ഇത് കേന്ദ്രത്തെ ഉദ്ദേശിച്ചാണ്. ഇത് കേന്ദ്രത്തെ ഉദ്ദേശിച്ചല്ല, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. വാസ്തവത്തിൽ ഞാൻ അതിനകത്ത് കാണുന്ന ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇത് എല്ലാവർക്കും കൊണ്ടു എന്നുള്ളതാണ്. എല്ലാവരുടെ ഉള്ളിലും ഇതിന്റെ ഒരു അധികാര കേന്ദ്രീകരണം ഉള്ളത് കൊണ്ട് MT ഏത് സാഹചര്യത്തിൽ അത് പറഞ്ഞതായാലും എല്ലാവർക്കും ചെറിയ രീതിയിൽ അത് കൊണ്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മനസ്സിലായി, ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല, അവര് ആരെ ഉദ്ദേശിച്ചതായാലും, കേന്ദ്രത്തിനെ ആയാലും കേരളത്തിനെ ആയാലും, എവിടെയാണോ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത്, എവിടെയാണോ സ്വാതന്ത്ര്യം ഭരിക്കുന്നവരുടെ ഔദാര്യമായി കണക്കാക്കപ്പെടുന്നത്, അവിടെയെല്ലാം MTയുടെ ഈ ശബ്ദം മുഴങ്ങി കേൾക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഈ വൈകിയ വേളയിൽ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ വായനശാലയിലെത്തിയ V. മധുസൂദനൻ നായർ എഴുതിയ ഒരു കവിത പറഞ്ഞുകൊണ്ട്, കവിത ആലപിച്ചുകൊണ്ട് എന്നുള്ളൊരു ധൈര്യം എനിക്കില്ല, കവിത പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഈണം മറഞ്ഞതുപോലെ നിളയുടെ കണ്ണീർ കലക്കത്തിൽ ആകാശഭൂമികൾ വിങ്ങി നിറഞ്ഞു വിതുമ്പുന്നു നാഥനായി. ഇല്ല പോയിട്ടില്ല ഞാൻ എന്നു തുള്ളികൾ, തുള്ളികൾക്കുള്ളിൽ തുടിക്കുന്നു രണ്ടു ജീവാക്ഷരം. ഇല്ല പോകുന്നില്ല ഞാൻ കഥ പിന്നെയും ചൊല്ലിത്തരാമെന്ന് പൂർണ്ണ പുണ്യാക്ഷരം. സ്പന്ദിക്കയല്ലയോ ജീവേതിഹാസങ്ങൾ ഒന്നിച്ച വാക്കായി നിതാന്ത വാത്സല്യമായി. ഇല്ല യുഗാന്തമാവില്ല ഈ മഹാപ്രയാണം, നാം എല്ലാവരും പുൽകി നിൽക്കുവോളം വരെ. എല്ലായിടത്തും ഒന്നാമനായി MT സ്മൃതിമതം എന്ന ശ്മശാനത്തിലും ഒന്നാമതായി പേര് ചേർക്കപ്പെട്ട് ഈ മണ്ണില് വിലയം പ്രാപിച്ചു. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ പ്രഭാഷണം നിർത്തുന്നു. നന്ദി. എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം. MTയെ കുറിച്ചും MTയുടെ പുസ്തകങ്ങളെ കുറിച്ചും ലേഖനങ്ങളെ കുറിച്ചും എല്ലാവർക്കും ഇവിടെ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. MTയെ മനസ്സിലാക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. MTയുടെ ഏറ്റവും അവസാനമായി ഞാൻ വായിച്ച പുസ്തകമാണ് ഇവിടെ ജോബി മാഷ് വളരെ വിശദമായി സംസാരിച്ച കാലം എന്ന നോവൽ. വായിച്ച് അവസാനിച്ചു. എന്റെ 2 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്. വളരെ വൈകി എന്ന് തന്നെ പറയാം വായിക്കാനായിട്ട്. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ഷൈബീൻ, അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി. അദ്ദേഹത്തിന് ആദ്യമായി വായനശാലയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. MT അനുസ്മരണം വളരെ ഭംഗിയായി തന്നെ MTയുടെ ജീവചരിത്രവും MTയുടെ പുസ്തകങ്ങളെ കുറിച്ചുമെല്ലാം വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ച നമ്മുടെ അധ്യാപകൻ ജോബി മാഷിന് വായനശാലയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ പുഷ്പാങ്കൻ അവർ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ ഇത്രയും നേരം എല്ലാവരെയും ശ്രമിച്ച ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ വായനശാല സ്നേഹികൾക്ക് എല്ലാവരുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.